പോകണം. അതിൽ നടി ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. അവിടെ ബോബി ചെമ്മണ്ണൂരിനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കും. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല കമന്റുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ ഹണി റോസ് പരാതിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർ അത് കൃത്യമായി പറയുന്നുമുണ്ട്. ഒരു വ്യക്തി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ പേരെടുത്ത് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹണി റോസ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. നവമി, ഇതിപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ്. പൊതു ഇടത്ത് മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരാതികളിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടി ഈ വിഷയത്തിൽ നിയമപരമായ നടപടിയിൽ തന്നെയാണ്. നേരത്തെയും 10-27 പേർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലമുണ്ട്. ഇതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ അല്പം കൂടി ഗൗരവതരമാണ്. ബോബി ചെമ്മണ്ണൂർ കുടുങ്ങും, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെയാണ് ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഒരു പരാതി നൽകിയെന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ പോലീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ ഹണി റോസ് പരാതി നൽകി അവരുടെ വിശദമായ മൊഴിയെടുക്കും, ഇന്ന് തന്നെ മൊഴിയെടുക്കുമെന്ന് കൂടി അറിയുന്നുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNSലെ 75(4) വകുപ്പും IT ആക്ടിലെ 67-ാം വകുപ്പും ചുമത്തിയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഹണി റോസിന്റെ ആദ്യത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ ഒരു പ്രമുഖ വ്യക്തിയെ കുറിച്ച് മാത്രമായിരുന്നു, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നോട് വളരെ മോശമായി പെരുമാറി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് ഇത്തരത്തിൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട്. അതിനെതിരെ താൻ നിയമ നടപടിയുമായി പോകും, ഇനി അത് ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി പോകുമെന്നൊക്കെ ഹണി റോസിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റ് വരുന്നു. അതിന് താഴെ നിരവധി മോശം കമന്റുകൾ പറയുന്നുണ്ട്. അതായത് ആ വ്യക്തി ഈ ഹണി റോസിനെ പൊതുമധ്യത്തിൽ മറ്റൊരു പേര് വിളിച്ച് വളരെ മോശമായിട്ടായിരുന്നു അന്ന് അഭിസംബോധന ചെയ്തത്. അത് പിന്നീട് പല രീതിയിലും ആളുകൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആവർത്തിക്കുന്ന സാഹചര്യം. ഇതിനെ തുടർന്നാണ് 26ഓളം പേർക്കെതിരെ ഹണി റോസ് സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റുള്ളവരൊക്കെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് പോയിരിക്കുന്ന സാഹചര്യമാണ്. മറ്റ് ജില്ലകളിലുള്ളവരുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇവരെ ലൊക്കേറ്റ് ചെയ്ത് വരികയാണ്. ഉടനെ തന്നെ അവരെ പിടികൂടുമെന്നാണ് സെൻട്രൽ പോലീസ് പറയുന്ന മറുപടി. അതിനിടയിൽ തന്നെയാണ് ഹണി റോസ് ഇന്നലെ സ്റ്റേഷനിൽ എത്തുകയും കൂടുതൽ പേർക്കെതിരെ, അതായത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ വാർത്ത നൽകിയപ്പോൾ അതിന്റെ യൂട്യൂബ് ചാനലിലടക്കം താഴെ വന്ന് മോശം കമന്റ് ഇടുന്ന സാഹചര്യമുണ്ടായി. അത് സ്ക്രീൻഷോട്ട് അടക്കം ഹണി റോസ് വീണ്ടും പരാതി നൽകി. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി കടുപ്പിച്ചിരിക്കുന്നതിനിടയിലാണ് വീണ്ടും പരാതിയുമായി ഹണി റോസ് കമ്മീഷണർ അടക്കം കാണുകയും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയാണ് തന്നെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയും പല മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും വീണ്ടും തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്റെ വസ്ത്രത്തെയും തന്റെ ശരീരത്തെയും ഒക്കെ മോശമായ രീതിയിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് കമ്മീഷണറോട് പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സെൻട്രൽ പോലീസിന് കൈമാറുകയും പോലീസ് ഇപ്പോൾ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ ബോബി ചെമ്മണ്ണൂർ പല മാധ്യമങ്ങൾക്കും ഇതിലൊരു പ്രതികരണം നൽകിയിരുന്നു. ഇത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഹണി റോസിന് മോശമായി തോന്നിയെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് കൂടി ബോബി ചെമ്മണ്ണൂർ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജാമ്യം അനുവദിച്ചാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ബോബി ചെമ്മണ്ണൂർ തിരിച്ച് കേരളത്തിലേക്ക് വരിക. ഇപ്പോൾ കേരളത്തിന് പുറത്താണെന്നാണ് നമുക്ക് അറിയാൻ
അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയെ അടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഹണി റോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ബോബി ചെമ്മണ്ണൂരിന് വലിയ കുരുക്കാണ്. കാരണം വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മധ്യത്തിലുണ്ട്. ചില യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൽ അദ്ദേഹം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ വളരെ തമാശ മട്ടിലൊക്കെയാണ് എടുത്തത്. ഹണി റോസ് ഏതായാലും രണ്ടും കൽപ്പിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലാകുന്നു. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണമാണ്. താൻ ഒരു വാക്ക്, അതായത് മഹാപുരാണത്തിലെ കുന്തി ദേവിയോട് ഉപമിച്ചു, അത് നല്ല വാക്കാണ്, അതൊരു മോശം വാക്കായി തനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതിനെ സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ വ്യാഖ്യാനിച്ചതാണ് പ്രശ്നമായത്. അതാണ് നടിക്ക് മനോവേദന ഉണ്ടാക്കിയതെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം. അതിലൂടെ അങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ നിയമ നടപടിയിൽ നിന്ന് ഒഴിവാകാനും പറ്റില്ല. ഏതായാലും അവരുടെ പരാതി ഗൗരവമായി പോലീസ് കണ്ടേ മതിയാവുള്ളൂ. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ തന്നെയാണോ ബോബി ചെമ്മണ്ണൂരിന്റെയും തീരുമാനം? തീർച്ചയായും രഞ്ജിത്ത്, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണവുമായി എത്തിയെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്. ഒരു ഇന്റർവ്യൂവിൽ മാത്രമല്ല, അന്ന് ആ സ്റ്റേജ് ഇവന്റിൽ വെച്ച്, ആ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ആദ്യമായി ഹണി റോസിനെ ഇങ്ങനെ ഉപമിക്കുന്നത്. ആ സമയത്ത് ഹണി റോസ് ഇത് ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യം. പക്ഷേ ഹണി റോസ് തന്നെ ന്യൂസ് 18നോട് ഇത് വ്യക്തമാക്കുകയും ചെയ്തു. അന്ന് തനിക്ക് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, ഒരു പൊതുവേദിയായിരുന്നു. പിന്നീട് താൻ വീട്ടിലെത്തി മാതാപിതാക്കളോട് ഇക്കാര്യം പറയുകയും ഈ കമ്പനിയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറെ വിളിച്ച് ഇനി ഈ സ്ഥാപനവുമായോ ഈ വ്യക്തിയുമായോ തനിക്ക് ഇത്തരത്തിലുള്ള ഉദ്ഘാടന വേദികൾ പങ്കിടാനോ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല, ഇതിന്റെ ഒരു ഉദ്ഘാടന വേദികൾ അല്ലെങ്കിൽ ഈ കമ്പനിയുമായി തനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാനേജറോട് ഹണി റോസ് വ്യക്തമായി അറിയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടും വീണ്ടും ഒരു ചടങ്ങിൽ, അതും ഈ ബോബി ചെമ്മണ്ണൂരിനെ ക്ഷണിക്കാത്ത ഒരു ചടങ്ങിലേക്ക് ഹണി റോസ് പങ്കെടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവിടെ വരികയും വീണ്ടും താന്റെ സാന്നിധ്യത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതാണ് ഹണി റോസിനെ വീണ്ടും വേദനിപ്പിച്ചത്. അപ്പോഴൊക്കെ ഈ നിയമ സാധ്യത തേടിയിരുന്നു, നിയമോപദേശം തേടിയിരുന്നു. പക്ഷേ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താൻ അപ്പോഴും തയ്യാറായിരുന്നില്ല. കാരണം തന്റെ സ്വഭാവം അതാണ്, വെറുതെ ഒരു വാർത്തയാക്കണ്ട അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതി താൻ മിണ്ടാതിരുന്നതാണ്. പിന്നീട് പല ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിലും ഇതേ പരാമർശം ആവർത്തിക്കുകയും വീണ്ടും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഉദ്ഘാടന വേദിയിൽ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്കൊപ്പമല്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് ഹണി റോസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമ നടപടിയുമായി പോകാൻ താൻ തയ്യാറായത് എന്ന് കൂടി ഹണി റോസ് പറയുന്നുണ്ട്. വലിയ പിന്തുണയുമാണ് ഹണി റോസിന് ഇതിനോടകം ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ സംഘടന ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വിശദീകരണ പ്രകാരം അത് അന്ന് പരാമർശം നടത്തി, പിന്നീട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയില്ല എന്ന് പറയുന്നതൊക്കെ ഡിജിറ്റൽ തെളിവ്, അതായത് യൂട്യൂബ് ചാനലിലടക്കം കൊടുത്ത ഇന്റർവ്യൂകൾ നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് ഇത്തരം ഒരു വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ എത്തി നിൽക്കുന്നത്. പക്ഷേ പോലീസ് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമെന്നതും ഉറപ്പാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഇനി തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഈ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിനടക്കം സഹകരിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടോ അതോ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ തന്നെയാണോ ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനമെന്ന് നമുക്ക് ഉടനെ അറിയാൻ കഴിയും. എന്തായാലും സെൻട്രൽ പോലീസുമായും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി തന്നെയാണ്. തീർച്ചയായും നവമി തുടരുക. നവമിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നവമിയിലേക്ക് വരേണ്ടതുണ്ട്. തെറ്റായ ഉദ്ദേശത്തോടു കൂടി ഹണി റോസിനോട് പെരുമാറിയിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം. തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഹണി റോസിനെ താൻ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഉപകരിച്ചത് സോഷ്യൽ മീഡിയയിൽ ചിലർ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നു. അത് അവർക്ക് വിഷമമുണ്ടാക്കി കാണാം. അത് തന്റെ ജുവലറികളുടെ ഉദ്ഘാടനത്തിന് വരുന്നവരെ ആഭരണങ്ങൾ അണിയിക്കാറുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇപ്പോൾ എന്തിനാണ് ഈ പരാതിയുമായി വരുന്നത്? അതിന്റെ കാരണം അറിയില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയുണ്ടായി. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ ചാനലിലൊക്കെ ബോബി ചെമ്മണ്ണൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീണ്ടും ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നത് മറ്റും